അന്ന് രാത്രി അസ്വസ്ഥമായ മനസ്സോടെയാണ് ത്രിലോക് കിടന്നുറങ്ങിയത്. എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ ശ്രുതിയോട് നേരിട്ട് സംസാരിക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഡ്രസ് ചേഞ്ച് ചെയ്തപ്പോഴാണ് ശിവ ഓടിപ്പാഞ്ഞു വന്നത്. അവൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ടതും ത്രിലോകിൻ്റെ കണ്ണുകളൊന്ന് കുറുകി. കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ മുടി ചീയിക്കൊണ്ട് ത്രിലോക് ശിവയോട് ചോദിച്ചു, എനി പ്രോബ്ലം? പിന്നീട് ശിവ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കും തോറും അവൻ്റെ നീല ഞരമ്പുകൾ ദേഷ്യത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ത്രിലോകിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും ശിവ ഒന്ന് ഭയന്നു. വി ഹാവ് ടു ഗോ റൈറ്റ് നൗ. നീ മുത്തശ്ശിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വാ. അത്രയും പറഞ്ഞ് അവൻ വേഗം തന്നെ ഡോക്യുമെൻറ്റ്സ് ഉള്ള ബാഗും കയ്യിലെടുത്ത് വേഗം അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി. താഴേക്ക് വരുമ്പോൾ ശിവ അവൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഡാ, നമുക്കുള്ള ടിക്കറ്റ് പി എ ശരിയാക്കിയിട്ടുണ്ട്. ഈ സമയമാണ് അവൻ പുറകെ നിൽക്കുന്ന തൻ്റെ കുടുംബാംഗങ്ങളെ കാണുന്നത്. ത്രിലോക് വേഗം മുത്തശ്ശിയുടെ അടുക്കലായി ചെന്നുകൊണ്ട് പറഞ്ഞു, മുത്തശ്ശി, എനിക്ക് USA പോയേ പറ്റൂ. അറിയാമല്ലോ, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ബിസിനസ്സാണ് എൻ്റേത്. അത് വിട്ടുള്ള കളി എനിക്കില്ല. ഇപ്പോൾ ഞാൻ അവിടെ എത്തിയേ പറ്റൂ. അങ്ങനെയുള്ള സാഹചര്യമാണ് അവിടെ. വളരെ ഗൗരവത്തിൽ തലയെടുപ്പോടുകൂടി ആരെയും ശ്രദ്ധിക്കാതെ മുത്തശ്ശിയെ മാത്രം നോക്കിക്കൊണ്ടവൻ അങ്ങനെ പറഞ്ഞു, കണ്ണാ, മോൻ പോയിട്ട് വാ. എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നമില്ലാതെ നീ ഇങ്ങനെ അവിടേക്ക് പോകില്ല എന്ന് അമ്മയ്ക്കറിയാം. പതിയെ ത്രിലോകിൻ്റെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് അവൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞതും അവൻ എല്ലാവരെയും നോക്കി വേഗം പുറത്തേക്കിറങ്ങി. അപ്പോഴും അവൻ്റെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു. പക്ഷെ ചോദിക്കുവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവൻ ഒന്നും ചോദിക്കാതെ ദേഷ്യം കടിച്ചമർത്തി വേഗം പുറത്തേക്കിറങ്ങി. പുറകെ തന്നെ എല്ലാവരോടും ചിരിച്ച് യാത്ര പറഞ്ഞ് ശിവയും പോയി. അവർ പോകുന്നതിൽ സങ്കടമുണ്ടെങ്കിലും അതെല്ലാം മനസ്സിലൊതുക്കി തറവാട്ടിലുള്ളവർ അവരെ യാത്രയാക്കി. ശ്രാവണി ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴാണ് ഏട്ടന്മാർ USA പോയ കാര്യം അവൾ അറിയുന്നത്. അറിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം അവർ USA നിന്ന് വന്നിട്ട് അധികമായിട്ടില്ല. വീണ്ടും അങ്ങോട്ട് പോയി എന്ന് കേട്ടപ്പോൾ, മോള് വിഷമിക്കേണ്ട, ഒരാഴ്ച, അതിൽ കൂടുതൽ അവർ അവിടെ നിൽക്കില്ല. ത്രിലോകിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞതും അവൾ വിഷമത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. ആ ശ്രാവണി മോളെ, ഇന്നലെ വന്ന കുട്ടിയില്ലേ, ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നല്ലോ എൻ്റെ കൃഷ്ണ. ശ്രുതി എന്ന വല്യമ്മേ. ആ ശ്രുതി. ആ കുട്ടിക്ക് വേണ്ടി ജോലിക്കാരി ജാനുവിനെ നിർത്തിയിട്ടുണ്ട് ഒരു സഹായത്തിന്. പിന്നെ ആ കുട്ടിയെ തനിച്ചാക്കരുത് മോളെ. എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാകണം നീ. എന്തെങ്കിലും സംസാരിച്ച് അതിൻ്റെ മൂടൊന്ന് മാറ്റിയെടുക്ക്. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനും മുത്തശ്ശിയും മരിച്ചത് പെട്ടെന്നൊന്നും ആ ഷോക്കിൽ നിന്ന് റിക്കവർ ആകില്ല. പാവം, എത്ര പെട്ടെന്ന് അനാഥയായത്. എൻ്റെ കൃഷ്ണ, ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും കൊടുക്കരുത്. അവർ സ്വയം പറഞ്ഞുകൊണ്ട് പതിയെ ഹോളിലേക്കായി നടന്നു. ശ്രാവണി ശ്രുതിയുടെ മുറിയിലേക്കായി ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ ശ്രുതിയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം മാറ്റി ജാനു ഒരു നേരി തുടിപ്പിച്ചിട്ടുണ്ട്. നിതംബം വരെയുള്ള മുടി അഴിച്ചിട്ടിട്ടാണുള്ളത്. പുറത്തെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണവൾ. പതിയെ തൊട്ടടുത്ത് ശബ്ദമില്ലാതെ വന്നുകൊണ്ട് ശ്രാവണി ടോ എന്നൊരു ശബ്ദം ഉണ്ടാക്കി. സത്യത്തിൽ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി. പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് അവൾ കാണുന്നത്. മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് മനസ്സിലാകാതെയുള്ള നോട്ടം കണ്ട് ശ്രാവണി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് ശ്രാവണി. ചേച്ചി ഇന്നലെ കൊണ്ടുവന്ന ശിവേട്ടൻ്റെ അനിയത്തിയാണ്. അയ്യോ, ശിവേട്ടൻ്റെ മാത്രമല്ല കേട്ടോ, ത്രിലോക് വലിയേട്ടൻ്റെ. വളരെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കിലുക്കാമ്പെട്ടിയെ പോലെ സംസാരിക്കുന്ന ശ്രാവണിയെ തന്നെ ശ്രുതി നോക്കി നിന്നുപോയി. ചേച്ചി രാവിലത്തെ ഭക്ഷണം കഴിച്ചോ? അതിനൊന്ന് പതിയെ മൂളുക മാത്രമാണ് ശ്രുതി ചെയ്തത്. ചേച്ചി എന്താ ഇങ്ങനെ, ഞാൻ എത്രത്തോളം സംസാരിച്ചിട്ടും ഒരു മുക്കലും മൂളലും? ഇങ്ങനെ അകത്തിരിക്കാതെ പുറത്തേക്ക് വായോ, നമുക്കിവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം. ആ പിന്നെ ചേട്ടന്മാർ രണ്ടും ഇവിടെ ഇല്ല, US പോയി. അവർ പോയത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഉറങ്ങിപ്പോയി. ഒരു ചമ്മലോടെ ശ്രാവണി അവളോട് പറഞ്ഞു. ത്രിലോകം ശിവയും ഇല്ല എന്ന് കേട്ടതും ആദ്യം അവൾക്ക് ആശ്വാസം തോന്നിയെങ്കിലും പിന്നീട് അവർ പോയപ്പോൾ താനിവിടെ തനിച്ചായിപ്പോയി ഇവർക്ക് താനൊരു ബാധ്യതയാകുമോ എന്നുള്ള ചിന്തകൾ അവളുടെ മനസ്സിലൂടെ ഉടറിക്കൊണ്ടേയിരുന്നു. ശ്രാവണിയുടെ നിർബന്ധപ്രകാരം പതിയെ ആണെങ്കിലും ശ്രുതി പുറത്തേക്ക് ഇറങ്ങി. കയ്യിലെയും നെറ്റിയിലും കെട്ടുകളുമായി പുറത്തേക്ക് വരുന്ന ശ്രുതിയെ തറവാട്ടിൽ ഇപ്പോഴുള്ള എല്ലാവരും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ത്രിലോകിൻ്റെ അമ്മ ആ കുട്ടിത്തം നിറഞ്ഞു നിൽക്കുന്ന മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കി. എന്തുകൊണ്ടോ ശ്രുതി അവർക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിരുന്നു. മോള് കുറച്ചേ കഴിച്ചുള്ളൂ എന്ന് ജാനു പറഞ്ഞു. എന്താ കുട്ടി, ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ അമ്മേ, അല്ല ആൻറ്റി, സോറി, എനിക്ക് ഭക്ഷണം ഞാൻ. സത്യത്തിൽ വാക്കുകൾക്ക് വേണ്ടി അവൾ പരതി. ആദ്യം വിളിച്ചതുപോലെ അമ്മ എന്ന് വിളിക്കുക. ആൻറ്റി വേണ്ട കേട്ടോ. പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ കവളിൽ തട്ടിക്കൊണ്ട് ത്രിലോകിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞതും ശ്രുതിയുടെ കണ്ണിൽ ഒരു നീർത്തിളക്കം ഉണ്ടായി, തൻ്റെ സ്വന്തം അമ്മയെ ഓർത്ത്. ഈ സമയമാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നത്. അവർ ശ്രുതിയോടായി പറഞ്ഞു, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. മുറിയിൽ തന്നെ ഇരിക്കാതെ ശ്രാവണി മോളുടെ കൂടെ പുറത്തേക്കൊക്കെ ഇറങ്ങ്. ഞാനും അത് തന്നെയാണ് മുത്തശ്ശി പറഞ്ഞത്. ഞങ്ങൾ എന്തായാലും ഒന്ന് പുറത്തേക്കൊന്ന് നടന്നിട്ട് വരാം. നടക്കുന്നതൊക്കെ കൊള്ളാം, മഴ തോർന്നിട്ടേ ഉള്ളൂ. മുറ്റത്ത് വഴുക്കും ചെളിയും ഉണ്ടാകും, ശ്രദ്ധിക്കണം. അവർ സ്നേഹപൂർവ്വം ശ്രാവണിയെ ശാസിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി.
ചേച്ചി വാ, നമുക്ക് കുളക്കടവിൻ്റെ അടുക്കലേക്ക് പോകാം. ശ്രാവണി ശ്രുതിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. രാത്രി വന്നതുകൊണ്ട് ആ തറവാടിൻ്റെ ഭംഗി അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. വലിയൊരു കോവിലകമായിരുന്നു അത്. പഴമയുടെ പ്രൗഢിയോടുകൂടെ ഇപ്പോഴും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന തൃക്കോട്ട് കോവിലകം. അതിനൊപ്പം പ്രകൃതി രമണീയമായി തന്നെ കോവിലകത്തെ മനോഹരമാക്കാൻ വേണ്ടി ഉയർന്നു നിൽക്കുന്ന വൃക്ഷലതാദികൾ, പല നിറത്തിലുള്ള പൂവുകൾ എല്ലാം ആ കോവിലകത്തിന് പ്രത്യേകമായ ഒരു ഭംഗി നൽകി. ശ്രാവണി തറവാടിനെ പറ്റി ഓരോരോ കാര്യങ്ങൾ പറയുന്നതിന് ഒരു ശ്രോതാവായി കേട്ടുകൊണ്ടേ നിന്നു ശ്രുതി. അവൾ പറയുന്നത് കേട്ട് ശ്രദ്ധയോടുകൂടി അവൾ നടന്നു. മഴ അല്പം തോർന്നതുകൊണ്ടാകാം ചെടികളിലും മുറ്റത്തുമെല്ലാം വെള്ളത്തുള്ളികൾ കാണുന്നുണ്ടായിരുന്നു. നടന്ന് കുളക്കടവിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറി ശ്രുതി ആ താമരക്കുളം കണ്ടതും അവളുടെ മനസ്സൊന്ന് നിറഞ്ഞു. പിന്നെ ചേച്ചി, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെയുള്ള സ്ത്രീജനങ്ങൾ ആരും വലിയ കുഴപ്പക്കാരൊന്നുമല്ല. എല്ലാവർക്കും എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. മാളിച്ചേച്ചി ഹേമയപ്പച്ചി വന്ന ഇതായിരിക്കില്ല കഥ. കുശുമ്പും കുഞ്ഞായ്മയുടെ ഹോൾസെയിൽ ഡീലേഴ്സാണവർ. അവർ രണ്ടുപേരും ഇവിടെ സ്ഥലത്തില്ല. ഹേമപ്പച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു വിവാഹം, അതിനുവേണ്ടി പോയതാണ്. എന്തായാലും ഒരാഴ്ചയാകും എത്തുവാൻ. അപ്പോഴേക്കും ഏട്ടന്മാരും വരും. പിന്നെ പ്രശ്നമില്ല. ഹേമാപ്പച്ചിക്കും മാളുചേച്ചിക്കും ഉള്ള നല്ല അടിപൊളി മരുന്നുള്ളത് എൻ്റെ വല്യേട്ടൻ്റെ കയ്യിലാണ്. ചേട്ടൻ്റെ വായിൽ നിന്ന് 4 എണ്ണം കേട്ടാൽ അവർ താനേ ഒതുങ്ങും. പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്ന ശ്രാവണിയെ അറിയാതെ ശ്രുതി നോക്കി നിന്നുപോയി. ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ ഓടിമറഞ്ഞു. ശ്രുതിയുടെ കയ്യിൽ ബാൻഡേജ് ഇട്ടുകൊടുത്തു ഡോക്ടർ. പിന്നെ നെറ്റിയിലെ മുറിവുകളും കരിഞ്ഞിരുന്നു. ഒരാഴ്ച എന്ന് പറഞ്ഞവർ പോയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസത്തിൻ്റെ അടുത്തായി. ഇത്രയും കാലമായിട്ട് ത്രിലോക് തറവാട്ടിലേക്ക് വിളിക്കുക പോലും ചെയ്തില്ല. പക്ഷെ ശിവ ദിവസവും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനും പറയാറുണ്ടായിരുന്നു. പിന്നെ ത്രിലോകിൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെ തറവാട്ടിലുള്ളവർക്ക് ആർക്കും അത് പ്രശ്നമല്ലായിരുന്നു. 1 മാസമായി ഹേമയും ആളും തിരികെ തറവാട്ടിലേക്ക് വന്നിട്ട്. ഹേമയുടെ ഭർത്താവിൻ്റെ ഫാമിലിയിലെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ നേരെ ദുബായിലേക്കാണ് പോയത്. ഒരു വേൾഡ് ടൂർ. അതും ഹേമയുടെ ഭർത്താവിൻ്റെ ഫാമിലി മൊത്തം. അടിച്ചു പൊളിക്കലിൻ്റെ കാര്യം വന്ന അമ്മയും മകളും പിന്നെ എല്ലാം മറക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് തറവാട്ടിലേക്ക് അവരും വിളിച്ചിരുന്നില്ല. ഹേമയുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ അവരാരും അത്ര കാര്യമാക്കിയതുമില്ല. USA. എടാ ശിവ, എൻ്റെ മുറിയിലുള്ള ബ്ലൂ ഫയൽ അതെന്താ നീ എടുക്കാത്തത്? ഓ സോറിടാ, ഞാനത് മറന്നുപോയി. ഒരു വളിച്ച ചിരിയാലെ ശിവ അങ്ങനെ പറഞ്ഞു. ത്രിലോക് അവനെ കൂർപ്പിച്ചു നോക്കി. നീ എന്നെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുകയൊന്നും വേണ്ട. മറവി എല്ലാവർക്കും പറ്റുന്ന ഒന്നാണ്. ഒരു കാര്യം ചെയ്, ശ്രാവണി ഉണ്ടല്ലോ അവിടെ, അവളോട് അതൊന്ന് വാട്സപ്പ് ചെയ്യാൻ പറ. എടാ, അതിനവിടെ രാത്രിയില്ലേ, ആ ഉറക്കഭ്രാന്തി എഴുന്നേക്കുമോ? നീ തുടരെ തുടരെ വിളിച്ചു നോക്ക്. നീയാണെന്ന് കണ്ടാൽ അവൾ ഉറക്കത്തിൽ നിന്ന് പോലും ചാടി എഴുന്നേക്കും. അത്രയ്ക്ക് നല്ല സ്വഭാവ മഹിമയാണല്ലോ നിനക്ക്. ശിവ അങ്ങനെ പറഞ്ഞതും അവനെ തല്ലാൻ വേണ്ടി ചുറ്റും നോക്കുകയാണ് ത്രിലോക്. ഇത് മനസ്സിലാക്കിയ ശിവ വേഗം പുറത്തേക്ക് ഓടിയിറങ്ങി. ഡാ, അവിടെ നിന്നോ, ഇല്ലെങ്കിൽ നീ പോടാ ഡാ. അപ്പോഴേക്കും ശിവ ഓടി എവിടെയോ എത്തിയിരുന്നു. ശിവയുടെ കളി കണ്ട ത്രിലോകിന്റെ ചുണ്ട് നേരിയൊരു പുഞ്ചിരി വിടർന്നു. പിന്നീട് അവൻ ഒട്ടും സമയം കളയാതെ ശ്രാവണിയുടെ നമ്പർ ഡയൽ ചെയ്ത് ചെവികളിലേക്ക് ചേർത്ത് വെച്ചു. റിങ് പൂർണ്ണമായി അടിച്ചു നിന്നതല്ലാതെ ആരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. കാരണം അത്ര പ്രധാനപ്പെട്ട ഒരു ഫയലായിരുന്നു അത്. ഉറക്കത്തിൽ മൊബൈൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് ശ്രുതി കണ്ണുകൾ തുറന്നത്. ഇപ്പോൾ ശ്രാവണിയുടെ കൂടെയാണ് ശ്രുതി കിടന്നുറങ്ങുന്നത്. ശ്രുതിയുടെ ദേഹത്തേക്ക് കൈയും കാലും കയറ്റിവെച്ച് സുഖമായി കിടന്നുറങ്ങുകയാണ് ശ്രാവണി. ശ്രാവണി എഴുന്നേൽക്ക്, നിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നു. എത്ര തട്ടി വിളിച്ചിട്ടും ശ്രാവണി ചാടി എഴുന്നേറ്റ് എന്തൊക്കെയോ പിച്ചിമ്പയും പറഞ്ഞ് തിരിഞ്ഞു കിടന്നു. ഇനി അവളെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയ ശ്രുതി ഡിസ്പ്ലേയിലെ പേര് ശ്രദ്ധിക്കാതെ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു, ഹലോ. നീണ്ട 1 മാസത്തിന് ശേഷമുള്ള ശ്രുതിയുടെ ശബ്ദം ത്രിലോകിന്റെ കാതുകളിലേക്ക് തുളച്ചു കയറിയതും അവനൊന്ന് തരിച്ചു നിന്നുപോയി. ഹലോ, ആരാണ്? അവൾ വീണ്ടും ചോദിച്ചപ്പോഴും ത്രിലോക് ഒന്നും മിണ്ടാതെ അവളുടെ ശബ്ദം ശ്രവിക്കുകയായിരുന്നു. അസാധാരണമായി ശ്രുതിയുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്തെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഈ സമയമാണ് ശ്രുതി മൊബൈലിലെ ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും അതിൽ തെളിഞ്ഞു കാണുന്ന വല്യേട്ട എന്ന പേരും അവന്റെ മുഖചിത്രവും കണ്ടതും ഒരു നിമിഷം ശ്രുതിക്ക് തന്നെ നാവിലെ ഉമിനീർ പോലും വറ്റിപ്പോയെന്ന് തോന്നി. ഫോൺ കട്ടാക്കണോ അതോ ഓൺലൈനിൽ നിൽക്കണമോ എന്നറിയാതെ അവൾ ആകെ വിയർത്തുപോയി. ഹലോ. ശ്രുതിയുടെ ശബ്ദത്തിൽ നിന്നും വന്ന പതർച്ചയിൽ തന്നെ ത്രിലോകിന് മനസ്സിലായി മറുതലയ്ക്കൽ താനാണെന്ന് അവൾക്ക് മനസ്സിലായെന്ന്. ഒരു നിമിഷം പാഴാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു. നിമിഷ നേരം കൊണ്ടാണ് ത്രിലോകിന്റെ മുഖം ദേഷ്യത്തിലേക്ക് പരിണമിച്ചത്. തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അവൻ ചുവരിലേക്ക് എറിഞ്ഞുടച്ചു. ഈ സമയം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശ്രുതിയും. മറക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ പലതും അവളുടെ മനസ്സിലേക്ക് ഒരു ഇരമ്പലോടെ ഓടിയെത്തി. കണ്ണുകൾ അടച്ച് കിടക്കുമ്പോൾ പോലും അവളിൽ നിന്നും നിദ്രാദേവി എങ്ങോ പോയി മറഞ്ഞിരുന്നു. അസ്വസ്ഥതയോടെ അവൾ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ദിവസങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആ തറവാട്ടിലെ ഒരംഗത്തെ പോലെയാണ് ശ്രുതി. ഇന്നലെയാണ് ഹേമയും ആളും വന്നത്. തറവാട്ടിൽ വന്ന ശ്രുതിയെ അവർക്ക് തീരെ പിടിച്ചിട്ടില്ല എന്ന് മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം.
എങ്കിലും മുത്തശ്ശി ശ്രുതിയെ വല്ലാതെ പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് അവളോട് വല്ലാത്ത വെറുപ്പ് തോന്നി. മുത്തശ്ശിയില്ലാത്ത സമയങ്ങളിൽ ശ്രുതിയെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കാൻ അവർ ശ്രമിക്കുമെങ്കിലും ആ സമയം തന്നെ അവളെ അവരിൽ നിന്ന് ശ്രാവണി രക്ഷപ്പെടുത്താറുണ്ടായിരുന്നു. അമ്മയുടെയും മകളുടെയും സ്വഭാവത്തിന്റെ ഏകദേശ രൂപം അവർ വന്ന ദിവസം തന്നെ ശ്രുതിക്ക് മനസ്സിലായിരുന്നു. രാവിലെ തന്നെ എങ്ങോട്ടൊക്കെ പോകുവാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങുകയാണ് മാളവിക. അമ്മ, എങ്ങനെയുണ്ട് ഇപ്പൊ എന്നെ കാണാൻ? അത് ഇത്രയ്ക്കും പറയാനുണ്ടോ? എന്റെ മോള് ലോകസുന്ദരിയല്ലേ? ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? 75,000 രൂപയാ ഇതിന്റെ വില. ഞാൻ പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചതാ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോഴെങ്ങനെ ത്രിലോക് നിന്നെ കാണണം. അവൻ മൂക്കും കുത്തി താഴെ വീണു പോകും. ത്രിലോകിന്റെ പേര് പറഞ്ഞതും മാളവികയുടെ മുഖം ചുവന്നുപോയി. അവനൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ഇനി 1 മാസമേ ഉള്ളൂ വിവാഹത്തിന്. ആ ഒരു ത്രില്ലിലാണ് ഞാൻ. എന്തായാലും അവന്റെ മനസ്സിലൊരു പെൺകുട്ടിയൊന്നും ഉണ്ടാകില്ല. വെറുതെ പറഞ്ഞതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ ഇതെല്ലാം വിട്ടെറിഞ്ഞ് അമേരിക്കയിലേക്ക് പോവില്ലല്ലോ. 1 മാസം കൂടി കഴിഞ്ഞാൽ ത്രിലോകിന്റെ സ്വത്തുക്കളുടെ മഹാറാണിയെ എനിക്ക് വാഴണം. ഒരാവേശത്തോടെ 2 കൈകളും വിടർത്തി വെച്ച് പറയുന്ന തന്റെ മകൾ മാളവികയെ നോക്കി വല്ലാതെ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടായിരുന്നു ഹേമ. അമ്മയും മകളും പുഞ്ചിരിച്ചുകൊണ്ട് താഴേക്കിറങ്ങി വരികയായിരുന്നു. പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഈ സമയമാണ് രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിനുള്ള സാമ്പാർ കറിയും കൊണ്ട് ശ്രുതി അടുക്കളയിൽ നിന്നും നേരെ ഹാളിലേക്ക് വന്നത്. ഈ സമയം തന്നെയാണ് ഹേമയും മകളും ഹാളിലേക്ക് എത്തിയത്. പരസ്പരം ഇരുവർ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഹേമയുടെ അശ്രദ്ധ കൊണ്ട് തന്നെ അവർ ശ്രുതിയെ പോയി തട്ടിയതും അവളുടെ കയ്യിലുണ്ടായിരുന്ന കറി മുഴുവൻ മാളുവിന്റെ ഡ്രസ്സിലാവുകയും ചെയ്തു. ഒരു നിമിഷം ശ്രുതി പേടിയാൽ ഒന്ന് വിറച്ചുപോയി. തന്റെ ഡ്രസ്സ് ആകെ നാശമായിരിക്കുന്നത് കണ്ടതും മാളവിക ദേഷ്യം കൊണ്ട് വിറച്ചു. ഡി നീ! മാളവിക ശ്രുതിയുടെ 2 കവിളിലുമായി മാറി മാറി അടിച്ചു. ചുണ്ടുപൊട്ടി ശ്രുതിയുടെ വായിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. അത്രയും ശക്തിയിലാണ് അവൾ അടിച്ചത്. ദരിദ്രവാസി പെണ്ണെ, ഇവിടെ ഒരു അഗതിയെപ്പോലെ കഴിഞ്ഞിട്ട് എന്റെ മെക്കിട്ടേറാൻ വരുന്നോടി, യു ബ്ലഡി ബീച്ച്! എത്ര രൂപയുടെ ഡ്രസ്സാണ് നീ നശിപ്പിച്ചതെന്ന് അറിയുമോ നിന്നെ ഞാൻ? ഈ സമയം അവിടെ സ്ത്രീകൾ ആരുമില്ലായിരുന്നു. മുത്തശ്ശിയും ശിവയുടെയും ത്രിലോകിന്റെ അമ്മമാരും ചേർന്ന് അമ്പലത്തിൽ പോയതായിരുന്നു. ശബ്ദം കേട്ട് ശ്രാവണി താഴേക്കിറങ്ങി വന്നതും കാണുന്നത് ശ്രുതിയുടെ മുടിക്കുത്തി പിടിച്ച് അവളോട് അലറുന്ന മാളവികയാണ്. ഇതു കണ്ട് പേടിച്ച് ശ്രാവണി ഓടിച്ചെന്ന് മാളവിന്റെ കൈ ശ്രുതിയുടെ മുടിയിൽ നിന്നും വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട മാളു ചേച്ചി, വിട്ടേക്ക് വിട്ടേക്ക്. ഇത് കണ്ട ഹേമ ശ്രാവണിയെ പിടിച്ച് മാറ്റി നിർത്തി പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്കു കുട്ടി. ഈ ജന്തു ചെയ്തത് എന്താണെന്ന് അറിയോ? എന്റെ മോളുടെ എത്ര രൂപയുടെ ഡ്രസ്സാണെന്നോ ഈ മൂദേവി നശിപ്പിച്ചത്? ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ നിങ്ങളും ശ്രദ്ധിച്ചില്ലല്ലോ. ആ ശ്രുതി എങ്ങനെയൊക്കെയോ ഹേമയോടായി വിറച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് പറഞ്ഞടി നീ? ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നോ? ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളോട് തന്നെ എതിർത്ത് പറയാനായോ നീ? അവളുടെ മുടിയിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് മാളു അവളെ ഉമ്മറത്തേക്ക് വലിച്ചുകൊണ്ട് പോയി. ഇവിടെ നിന്നെ ഒരു നിമിഷം പോലും കണ്ടുപോകരുത്. കണ്ട പിച്ചക്കാരികൾക്ക് താമസിക്കാനുള്ളതല്ല തൃക്കോട്ട് കോവിലകം. ഇറങ്ങിപ്പോയിടി. ശ്രുതിയെ നല്ല ഊക്കോടെ തന്നെ മാളു പിടിച്ച് പുറത്തേക്ക് തള്ളിയതും അവൾ ആരുടെയോ നെഞ്ചിച്ചെന്ന് ഇടിച്ചു നിന്നതും ഒരേ സമയമായിരുന്നു. അടികൊണ്ട അവശതയിലും അവൾ തിരിച്ചറിഞ്ഞിരുന്നു തന്റെ മുന്നിൽ നിൽക്കുന്നവനെ. വാടിയ ചേമ്പിൻ തണ്ട് പോലെ തന്റെ നെഞ്ചിലായി പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ കണ്ടതും ത്രിലോകിന്റെ കണ്ണുകൾ രക്തവർണ്ണമായി മാറി. മാളവിക! ഒരു നിമിഷം ഹേമയും മാളവികയും അവന്റെ രാക്ഷസ രൂപം കണ്ട് ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. സ്വബോധത്തിലേക്ക് വന്ന ശ്രുതി ത്രിലോകിന്റെ കയ്യിൽ നിന്നും അകന്നു മാറാൻ നോക്കിയതും അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. സത്യത്തിൽ അവന്റെ ശക്തിക്ക് മുന്നിൽ ആ പാവം പെൺകുട്ടി വളരെ ദുർബലയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ കൈപ്പിടിയിൽ നിന്നും തനിക്ക് പെട്ടെന്നൊന്നും ഒരു മോചനം ഉണ്ടാകില്ല എന്നുള്ള സത്യം അവൾക്ക് മനസ്സിലായില്ലെങ്കിലും വിധി അതെന്നോ നിർണയിക്കപ്പെട്ടതായിരുന്നു. ഇനി എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല. അവൻ കൈയച്ചാൽ മാത്രമേ അവനിൽ നിന്ന് തനിക്ക് മാറുവാൻ പറ്റുകയുള്ളൂ എന്ന് ശ്രുതി ആ തളർച്ചയിലും മനസ്സിലാക്കി. ശ്രാവണി ഓടി വന്ന് ത്രിലോകിന്റെ അടുത്തേക്ക് ചെന്ന് ശ്രുതിയെ അവനിൽ നിന്നും അടർത്തി മാറ്റി തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഈ സമയം പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്തു നിൽക്കുകയായിരുന്നു ഹേമയും മാളവികയും. കാറ്റുപോലെ പാഞ്ഞു വന്ന ത്രിലോക് ഹേമയുടെ അടുത്തു നിന്ന് മാളവികയെ പിടിച്ചു വലിച്ച് മുന്നോട്ട് നിർത്തി 2 കവളിലുമായി മാറി മാറി അടിച്ചു. അവന്റെ കാരിരുമ്പ് പോലെയുള്ള കൈകൊണ്ടുള്ള അടിയായതിനാൽ തന്നെ അവളുടെ ചുണ്ടു പൊട്ടി ചോര പുറത്തേക്ക് ഒലിച്ചിറങ്ങി. ഇതെല്ലാം കണ്ട് ശിവ അവനെ തടുക്കാൻ പോയില്ല. കാരണം അത് അവൾക്ക് കിട്ടേണ്ടതാണെന്ന് ശിവയ്ക്കും അറിയാമായിരുന്നു. മുഖമെല്ലാം വലിഞ്ഞു മുറിക്കിയ ത്രിലോകിന്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും ഹേമയും മാളവികയും ഒന്ന് ഭയന്നു. ത്രിലോകിന് ദേഷ്യം പിടിച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് അവർ ആദ്യമായി കാണുകയായിരുന്നു. നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാടി നീ ഇവളുടെ മേൽ കൈവച്ചത്? ഒരു നിമിഷം മാളവികയുടെ മുടിക്കുത്തി പിടിച്ച് അലറിക്കൊണ്ട് അവളോടായി ചോദിച്ചു അവൻ. മാളവികയുടെ തലയോട്ടിയിൽ നിന്ന് മുടി പറഞ്ഞു പോയി എന്ന് പോലും അവൾക്ക് സംശയം തോന്നി. അത്രയും ശക്തിയോടെയാണ് ത്രിലോക് അവരുടെ തലമുടി പിടിച്ചിരുന്നത്. സ്വബോധത്തിലേക്ക് വന്ന ഹേമ ത്രിലോകിന്റെ കൈ തല്ലിക്കൊണ്ട് പറഞ്ഞു, വിട് ത്രിലോക്, എന്റെ മോളെ വിടാനല്ലേ പറഞ്ഞത്? കാര്യമറിയാതെ നീ വെറുതെ ഇവളുടെ മേൽ പഴി ചാർത്ത് നിൽക്കണ്ട. എല്ലാ തെറ്റും ചെയ്ത് ഈ ഒരുമിട്ടവളാണ്. ഈ സമയമാണ് മുത്തശ്ശിയും ത്രിലോകിന്റെയും ശിവയുടെയും അമ്മമാരും അങ്ങോട്ടേക്ക് വന്നത്. മുന്നിലെ കാഴ്ച കണ്ട് സംഭവം വളരെ ഗൗരവമുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായി. എന്താ
എന്താ ഇവിടെ നടക്കുന്നത്? അടികൊണ്ട കവളുമായി നിൽക്കുന്ന ശ്രുതിയെയും മാളവികയെയും മാറി മാറി നോക്കിക്കൊണ്ട് മുത്തശ്ശി എല്ലാവരോടുമായി ചോദിച്ചു. ഞാൻ പറയാം മുത്തശ്ശി. ശ്രാവണി ശ്രുതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് പിന്നീട് എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഹേമയും മാളവികയും കത്തുന്ന കണ്ണുകളാലെ ഒന്ന് നോക്കി മുത്തശ്ശി ഹേമയുടെ അടുക്കളയിൽ ചെന്നുകൊണ്ട് അവരുടെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു. ഇതെന്തിനാണെന്ന് നിനക്കറിയാമോ? പേടികൊണ്ട് ഹേമ ഇല്ല എന്ന വിലങ്ങനെ തലയാട്ടി. നിന്റെ മകൾ മാളവികയെക്കാളും എത്രയോ ചെറുതാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി. നിന്റെ മകളുടെ തോന്നിവാസത്തിനൊപ്പം നിൽക്കാതെ ഒരു അമ്മ എന്ന നിലയ്ക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി പ്രവർത്തിക്കാതെ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയതിനാണ് നിന്നെ ഞാനിപ്പോൾ തല്ലിയത്. മേലിൽ ഇമാതിരി പണി നീയോ നിന്റെ മോളോ ഇവിടെ കാണിച്ചാൽ പിന്നെ തറവാട്ടി രണ്ടിനെയും ഞാൻ വെച്ച് പൊറപ്പിക്കില്ല, ഓർത്തോ? അത്രയും പറഞ്ഞ് എല്ലാവരെയും ഒന്ന് നോക്കി മുത്തശ്ശി അകത്തേക്ക് കയറിപ്പോയി. ശ്രുതിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രാവണിയും പിന്നീട് ത്രിലോകും ശിവയും മറ്റുള്ളവരെല്ലാവരും അവിടെ നിന്നും പോയി. അപമാന ഭാരത്താൽ ഉരുകുകയായിരുന്ന ഹേമയും മാളവികയും. മുറിയിലെത്തിയ മാളവിക അവിടെയുള്ള എല്ലാ സാധനങ്ങളും തല്ലി തകർത്തു. പിറകെ ഓടി വന്ന ഹേമ പുറത്തേക്ക് ശബ്ദം കേൾക്കാതിരിക്കുവാൻ വേണ്ടി വാതിലടച്ചു കുറ്റിയിട്ടു. എന്നിട്ട് ഓടിപ്പോയി മാളവികയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ മോളെ നീ കാണിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്തായോ? അതെ, എനിക്ക് ഭ്രാന്താണ്. അമ്മ കണ്ടില്ലേ ആ ത്രിലോക എന്നെ പട്ടിയെ തല്ലും പോലെ തല്ലിയത്? അതും ആ ദരിദ്രവാസി പെണ്ണിന് വേണ്ടി. ആ ഇല്ലമ്മ, ഇല്ല, ഈ അപമാനം ഞാൻ ഒരിക്കലും മറക്കില്ല. അവളുണ്ടല്ലോ, അവൾ ശ്രുതി, വെറുതെ വിടില്ല ഞാൻ അവളെ. ഓർത്തു വെച്ചോ അമ്മ. മാളവികയുടെ കണ്ണിൽ ശ്രുതിയെ കൊല്ലുവാനുള്ള പകയെരിയുന്നുണ്ടായിരുന്നു. ശരിയാ മോളെ, അവളെ വെറുതെ വിടരുത്. നല്ലൊരവസരത്തിനായി കാത്തിരിക്കണം. അതുവരെ എന്റെ മോളൊന്ന് ക്ഷമിക്ക്. ഒരവസരം ഒത്തുവന്നാൽ ഇപ്പോൾ അവളുടെ കൂടെ നിന്ന് എന്റെ അമ്മയടക്കം എല്ലാവരും അവൾക്കെതിരെ തിരിയും. പിന്നെ ആ പെണ്ണിനെ പട്ടിയെ പോലെ തല്ലിയിറക്കുന്നത് എന്റെ അമ്മ തന്നെയായിരിക്കും. വല്ലാത്തൊരു ഭാവത്തോടെ ഹേമ തന്റെ മകളോടായി പറഞ്ഞു.